ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ റിമാൻഡിലായ തന്ത്രി കണ്ഠരര് രാജീവരുടെ ആലപ്പുഴ ചെങ്ങന്നൂരിലെ വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘമെത്തി. നമ്മൾ ആ വാർത്തയിലേക്കാണ് ആദ്യം കടക്കുന്നത്. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധവും പരിശോധിക്കും. വീട്ടിലുള്ളവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും. തട്ടിപ്പിന് മൗനാനുവാദം നൽകി എന്നായിരുന്നു റിമാൻഡ് റിപ്പോർട്ട്. അതിനിടെ SIT പരിശോധനയ്ക്കിടെ വീട്ടിലേക്കെത്തിയ തന്ത്രി കണ്ഠരര് രാജീവരുടെ അഭിഭാഷകയായ മരുമകളെ പോലീസ് മടക്കി അയച്ചു. അശ്വിൻ പാലാഴിയാണ് തത്സമയം വിശദാംശങ്ങളുമായി ഗുഡ് ഈവനിംഗ് 24-ൽ ചേരുന്നത്. അശ്വിൻ, വ്യക്തത വരുത്തേണ്ടതുണ്ട്. പലതരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഉണ്ടായിട്ടുണ്ടോ, സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ബാങ്ക് ഡെപ്പോസിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. ഇപ്പോൾ എന്താണ്, കഴിഞ്ഞ ഒരു മണിക്കൂറോളമായി പരിശോധന തുടരുകയാണല്ലോ. അനുജ, കൃത്യമായി പറഞ്ഞാൽ ഒരു മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് SITയുടെ പരിശോധന. ഏറ്റവും പ്രധാനമായി അനുജ സൂചിപ്പിച്ചതുപോലെ ഈ കേസുമായി ബന്ധപ്പെട്ട തന്ത്രിയുമായി പോറ്റിക്കുള്ള ബന്ധം, അത് എങ്ങനെ അവർ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിശോധനയാണ് ഈ വീട്ടിൽ നടക്കുന്നത്. ഒരുപക്ഷെ ഇവരുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് എടുക്കുന്ന മൊഴിയിൽ നിന്ന് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള കണക്ഷൻ ഇവർ തമ്മിലുണ്ടോ എന്നുള്ളതിൽ ഒരുപക്ഷെ കൂടുതൽ വ്യക്തത വരാനുള്ള സാധ്യതയുണ്ട്. ചോദ്യം ചെയ്യലിൽ തന്ത്രി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ഈ വീട്ടിൽ ഇപ്പോൾ നടക്കുന്ന പരിശോധന എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനും അപ്പുറത്തേക്ക് ഈ തന്ത്രിയും പോറ്റിയും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നൊരു പരിശോധന കഴിഞ്ഞ ദിവസങ്ങളിൽ SIT നടത്തിയിരുന്നു. ഇന്നലെ നടത്തിയ ചോദ്യം ചെയ്യൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കാം ഇന്ന് ബാങ്ക് അക്കൗണ്ട് രേഖകളടക്കം SIT പരിശോധിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വീട്ടിൽ ഇപ്പോൾ ഒരു മണിക്കൂർ പിന്നിടുന്ന ഈ പരിശോധന തുടരുന്നത്. 7 അംഗ സംഘമാണ് SITയുടെ ഈ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പൂർണ്ണമായും പോലീസ് ബന്ദോബസ്തിലായിരുന്നു വീടുണ്ടായിരുന്നത്. അതിനിടെ ഇവിടേക്ക് വന്ന മരുമകളെ വീട്ടിന് ഉള്ളിലേക്ക് കടത്തിവിടാതെ പുറത്തേക്ക് മാറ്റി നിർത്തുന്ന, മടക്കി അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അഭിഭാഷക കൂടിയാണ് മരുമകൾ. എന്തായാലും പ്രത്യേക അനുമതിയോടെ അല്പസമയം മുമ്പ് അവർ വീടിനകത്തേക്ക് കയറിയിട്ടുമുണ്ട്. ഒപ്പം അവരുടെ ചില അകന്ന ബന്ധുക്കൾ കൂടി വീട്ടിലുണ്ടായിരുന്നു. അവരെയും ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി വിടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് SITയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം കൂടിയാണ് ആ ഒരു നടപടിയിലേക്ക് പോലീസും ഒക്കെ കടന്നിരിക്കുന്നത്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾ മാത്രം വീടിനുള്ളിൽ മതി എന്നുള്ളതായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിലാണ് മകൾ, ഭാര്യ എന്നീ രണ്ടുപേരെ മാത്രം വീട്ടിനുള്ളിൽ നിർത്തിയുണ്ടായിരുന്ന പരിശോധനയുള്ളത്. ഇതിനെല്ലാം അപ്പുറത്തേക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വസ്തുക്കൾ ഇതിനുള്ളിൽ നിന്ന് കണ്ടെത്താനാകുമോ എന്നടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായി ഈ പോറ്റിയും ഈ തന്ത്രിയും തമ്മിലുള്ള ബന്ധമൊക്കെ ഇന്നലെ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് വിശദീകരിച്ച രീതി തന്നെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അതായത് ഈ പോറ്റി അവിടെ ഒരു സ്പോൺസർ എന്നുള്ള നിലയിൽ മറ്റൊരാൾ വഴി, കീഴ്ശാന്തി വഴിയാണ് ശബരിമലയിലേക്ക് എത്തിയതെങ്കിൽ പോലും സ്പോൺസർ എന്ന നിലയിൽ ശബരിമലയിൽ സന്നിധാനത്ത് ഈ പോറ്റിയുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ ഈ തന്ത്രിയുമായുള്ള ബന്ധം ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. ആ ബന്ധം എങ്ങനെ സ്ഥാപിക്കപ്പെട്ടു, ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ ഇവർ തമ്മിൽ എത്ര അടുപ്പത്തിലുണ്ടായിരുന്ന ബന്ധമുണ്ടായിരുന്നു, ഈ വീട്ടിലേക്ക് അവർ സന്ദർശനം പോറ്റി എത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് എന്തായാലും ബന്ധുക്കളിൽ നിന്ന് ചോദിച്ചറിയും. ഒപ്പം ഈ സ്വർണ്ണപ്പാളി അടക്കം ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകാനുള്ള ഒത്താശ ചെയ്തു കൊടുത്തത് ഈ തന്ത്രിയാണ് എന്നടക്കമുള്ള കണ്ടെത്തലും SIT റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തത വീട്ടിൽ നിന്ന് ലഭിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി. ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുക എന്നുള്ളത് തന്നെയാണ് SITയുടെ മുന്നിലുള്ള പ്രഥമ ലക്ഷ്യം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളടക്കം ശേഖരിച്ചുള്ള പരിശോധന. എന്തായാലും ഒരു മണിക്കൂർ പിന്നിടുന്നു. ഇനിയും മുന്നോട്ട് പോകും, ഏറെ നേരം മുന്നോട്ട് പോകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിലിപ്പോൾ വസതിയിൽ ഉള്ളത് ഭാര്യയും മകളും മാത്രമാണ്. മറ്റാരെയും കടത്തി വിടരുത് എന്നൊക്കെ SITയുടെ കർശന നിർദ്ദേശമുണ്ട് അല്ലേ? അത്തരത്തിലൊരു കർശന നിർദ്ദേശമുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മരുമകൾ ഇവിടെ എത്തിയ സാഹചര്യത്തിൽ പോലീസ് അകത്തേക്ക് വിടാൻ തയ്യാറാകാതിരുന്നത്. പിന്നീട് അവർ ഈ അകത്തുള്ള SIT സംഘത്തിൻ്റെ തലവനുമായി സംസാരിച്ച ശേഷമാണ് പ്രത്യേക അനുമതിയോടെ ഇപ്പോൾ വീടിനകത്തേക്ക് കയറിയിരിക്കുന്നത്. അവർ അഭിഭാഷക കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തത ഉള്ള ആൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് മേൽഘടകങ്ങളിലേക്ക് വിളിച്ച് അവർ വീടിനകത്തേക്ക് കയറാനുള്ള ഒരു പ്രത്യേക അനുമതി നേടിയെടുത്തത്. ഒപ്പം ആദ്യഘട്ടത്തിൽ വീട്ടിനുള്ളിലുണ്ടായിരുന്ന മറ്റ് ചില ബന്ധുക്കളുണ്ട്. അവരെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി നിർത്തിക്കൊണ്ടാണ് ഈ പരിശോധന പുരോഗമിക്കുന്നത്. അതായത് ഏതെങ്കിലും തരത്തിൽ ഈ അന്വേഷണത്തെയോ മൊഴിയെടുപ്പിനെയൊക്കെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒന്നും വീടിനകത്തുണ്ടാവരുത് എന്നുള്ള ഒരു കർശന നിർദ്ദേശം SIT പോലീസിന്, പ്രാദേശിക പോലീസിന് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇപ്പോഴും പോലീസിന്റെ വലിയ ഒരു സാന്നിധ്യം ഇവിടെയുണ്ട്. ആ സാന്നിധ്യം ഈ വീടിന് പുറത്തൊക്കെ ഇപ്പോഴും തുടരുകയാണ്. അത് ഒരു തരത്തിലും ആരെയും പുറത്തുനിന്ന് നാലാമതൊരാളെ ഈ വീടിനകത്തേക്ക് കയറ്റി വിടരുത് എന്നുള്ള ഒരു കർശന നിർദ്ദേശമുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് ഇത്തരത്തിലുള്ള ഒരു സുരക്ഷ, കനത്ത സുരക്ഷ തന്നെ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എന്ന് നമുക്ക്
പറയാൻ കഴിയുന്നത്. എന്തായാലും ഈ നിലവിൽ ഇപ്പോൾ ഈ അഭിഭാഷകയായ മരുമകൾ വീടിനകത്തേക്ക് കയറിയിട്ടുണ്ട് അനുജ. അത് ഏതെങ്കിലും തരത്തിൽ ഈ അന്വേഷണത്തെ സ്വാധീനിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ അവർക്ക് സംശയമുള്ളത് കൊണ്ടാണ് ആദ്യഘട്ടത്തിൽ അവരെ വീട്ടിലേക്ക് കയറ്റാതിരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ അവർ കയറിയിട്ടുണ്ട്. പക്ഷേ പോലീസിൻ്റെ ഒരു നിലവിലുള്ള നിയന്ത്രണം അത് കടുത്ത രീതിയിലുണ്ട്. മാധ്യമപ്രവർത്തകർ ആദ്യം ഈ പ്രദേശത്ത് നിന്ന് മാറ്റാനുള്ള നടപടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതെന്തായാലും നടന്നിട്ടില്ല. എന്തായാലും ഇപ്പോൾ ഈ 1 മണിക്കൂർ പിന്നിടുന്ന സാഹചര്യത്തിൽ ഇനി എന്ത് എന്നുള്ളതാണ് പ്രധാനമായും അറിയേണ്ടത്. ആദ്യഘട്ടത്തിൽ നടത്തിയ ഒരു ചോദ്യം ചെയ്യലടക്കമുണ്ടായിരുന്നു. അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നു. അതിൽ നിന്ന് അടക്കം ചില നിർണായക വിവരങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഈ ഒരു വിളിച്ചു വരുത്തി, അതായത് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനുണ്ട് എന്നുള്ള പേരിൽ വിളിച്ചു വരുത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ റിമാൻഡിലാക്കിയിരിക്കുന്നത്. ഈ റിമാൻഡിനിടെ അദ്ദേഹം അല്ലെങ്കിൽ ഈ ചോദ്യം ചെയ്യലിനിടെയൊക്കെ രഹസ്യ കേന്ദ്രത്തിൽ ഇന്നലെ നടത്തിയ ചോദ്യം ചെയ്യലിനിടെയൊക്കെ ഇദ്ദേഹം പുറത്തേക്ക് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തോട് പറഞ്ഞ കാര്യങ്ങൾ അതിൽ കൂടുതൽ സാധൂകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ഈ നിലവിൽ നടക്കുന്ന പരിശോധനയുടെ പ്രാഥമിക ലക്ഷ്യം. അത് ലക്ഷ്യം കണ്ടാൽ SIT ഒരുപക്ഷെ ഇതിൻ്റെ തുടർ നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അനുജ. എന്തായാലും നിലവിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വനിതകൾ മാത്രമാണ് നിലവിൽ ഈ വീട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ വനിതകളടങ്ങുന്ന സംഘമാണ്, പ്രത്യേക അന്വേഷണ സംഘമാണ് നിലവിൽ ഈ പരിശോധനയുമായി മുന്നോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ ഈ രേഖകളടക്കം പിടിച്ചെടുത്തുകൊണ്ട് പോകുമോ, ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും മറ്റ് ഡോക്യുമെൻറ്റുകൾക്ക് പുറമെ എന്തെങ്കിലും ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്ന് കണ്ടെത്താനായാൽ അത് പിടിച്ചുകൊണ്ട് പോകുമെന്നടക്കമുള്ള കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. എന്തായാലും ഇപ്പോൾ ഇതാ 2:50 പോലീസ് സംഘമാണ്, SIT സംഘമാണ്. 4:10 അവർ ഇതിന് ഉള്ളിൽ തന്നെ തുടരുകയാണ്. ഇതുവരെ ഈ അന്വേഷണം SIT-യുമായി ബന്ധപ്പെട്ട് ആരും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. 1 മണിക്കൂറും ഈ കഴിഞ്ഞ 1 മണിക്കൂർ പൂർണ്ണമായും വീടിനകത്തുള്ള പരിശോധനകൾ തന്നെയാണ് നടന്നത്. എന്തായാലും നിലവിൽ ഈ അഭിഭാഷകയായ മരുമകൾ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് കാര്യങ്ങളുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് പുറത്തു വരേണ്ടതുണ്ട്. എന്നാൽ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. നിലവിൽ ഇനിയിപ്പോൾ മുന്നോട്ട് പോക്ക് എങ്ങനെ എന്നുള്ള കാര്യങ്ങളടക്കം ശ്രദ്ധേയമാണ് അനുജ. എന്തായാലും ആ പരിശോധന പുരോഗമിക്കുന്നു. അതാണ് ഇതിലിപ്പോൾ ഈ സാമ്പത്തിക ഇടപാടുകൾ എന്നുള്ളതിനപ്പുറത്തേക്ക് ചില സാധന സാമഗ്രികൾ, അതിലേറ്റവും പവിത്രമായ ചിലത് സന്നിധാനത്തുണ്ടായിരുന്ന, ശബരിമലയിൽ ഉണ്ടായിരുന്ന ചില സാധന സാമഗ്രികൾ ഉൾപ്പെടെ എത്തിയിട്ടുണ്ടോ അങ്ങോട്ടേക്ക്? അതിൽ വാജിവാഹനത്തിൻ്റെ കാര്യമൊക്കെ നേരത്തെ റിപ്പോർട്ടുകളായി പുറത്തു വന്നതുമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലും പരിശോധനകൾ ഉണ്ടാകുമെന്ന്, അതും ഇതിനൊപ്പം തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം അല്ലേ? തീർച്ചയായും ഈ വാജിവാഹനം നേരത്തെ തന്നെ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം തന്ത്രി തന്നെ വ്യക്തമാക്കിയതാണ്. അത് തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ്, അതല്ലെങ്കിൽ അവിടെ നിന്ന് പോരുന്ന തന്ത്രിക്ക് അതുമായി പോരാം എന്നുള്ള ഒരു ന്യായീകരണമായിരുന്നു, അല്ലെങ്കിൽ ഒരു വിശദീകരണമായിരുന്നു തന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ ഇത് കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി അതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അത് SIT-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ നടത്തിയ അല്ലെങ്കിൽ ഇന്നലെ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം ഈ SIT വ്യക്തമാക്കുന്നുമുണ്ട്. ദേവസ്വത്തിൽ നിന്ന് ശമ്പളം കൈപ്പറ്റുന്ന ആളാണ് തന്ത്രി എന്നുള്ളതായിരുന്നു റിപ്പോർട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ ദേവസ്വത്തിൻ്റെ സ്വത്തുക്കൾ, ക്ഷേത്രത്തിൻ്റെ സ്വത്തുക്കൾ അതൊക്കെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥനാണ് അദ്ദേഹം എന്നുള്ള കാര്യം റിമാൻഡിൽ പറയുന്നുണ്ട്. പക്ഷേ അതവിടെ പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കണ്ടെത്തൽ. ഈ സ്വർണ്ണപ്പാളികളടക്കം അവിടെ നിന്ന് കൊണ്ടുപോകാൻ ഒത്താശ ചെയ്തു, അതിന് മൗനാനുവാദം നൽകി, ആചാര ലംഘനത്തിന് മൗനാനുവാദം നൽകി എന്നടക്കമായിരുന്നു ഈ റിമാൻഡ് റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൂടുതൽ വിവരങ്ങൾ തേടാനുള്ള ഒരു ലക്ഷ്യത്തിൻ്റെ ഭാഗമായി ഇവിടേക്ക് എത്തുന്നത്. ദേവസ്വം ബോർഡിൻ്റെ ശമ്പളം പറ്റുന്ന ആൾ എന്നുള്ള നിലയിൽ അതിൽ ഒരു കൃത്യമായ തെളിവ് SIT സംഘത്തിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ബാങ്ക് അക്കൗണ്ട് രേഖകളുടെ പരിശോധന കൂടുതൽ ഇവിടെ അനിവാര്യമായി വരുന്നത്. എന്തായാലും അതടക്കം അത് ഈ ശമ്പളം കൈപ്പറ്റുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ആരെങ്കിലുമായി നടത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ അതിൽ വ്യക്തത വരുത്തുന്നതിന് കൂടി ഈ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിക്കുന്നവരുടെയും പരിശോധിക്കുന്നവരുടെയും ഒക്കെ ഒരു വ്യക്തത വരും. എന്തായാലും ആ പരിശോധനകളടക്കമാണ് നടക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് കഴിഞ്ഞ് നാളത്തേക്ക് കൂടി പരിശോധന നീണ്ടുപോകുമെന്നടക്കമുള്ള കാര്യങ്ങളുണ്ട്. കാരണം വർഷങ്ങളായി ശബരിമലയെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. ഈ വീട് മാത്രമല്ല ഇവിടെ ഉള്ളത്. ഇത് ഈ താഴ്മൺ മഠവുമായി ബന്ധപ്പെട്ട ആളുകൾ കൂടുതലായി മോഹനർ അടക്കം കണ്ഠരർ രാജീവരും അദ്ദേഹത്തിൻ്റെ മറ്റ് കുടുംബങ്ങളുമൊക്കെ വസിക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ കൂടുതലും ഇവരുടെ കുടുംബപരമായി താമസിക്കുന്ന ആളുകൾ തന്നെയാണുള്ളത്. ഈ വീടിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും പരിശോധന ഇവിടെ ഉണ്ടാകുമോ എന്നടക്കമുള്ള കാര്യങ്ങളിലും വ്യക്തതയുണ്ട്, വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ രാഷ്ട്രീയമായ ഒരു ഇടപെടൽ കൂടി ഇവിടെ ഉണ്ടായിരുന്നു. BJP-യുടെ സൗത്ത് മേഖല അധ്യക്ഷനടക്കം സൗത്ത് ജില്ലാ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.